ഹലോ ഫ്രണ്ട്സ്, MA വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ചമാങ്ങ ചേർത്ത് തേങ്ങ അരച്ച നല്ല ഒരു സൂപ്പർ അയലക്കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് അയല മീൻ മേടിച്ചിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു അയല ഏകദേശം 2-3 കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മസാല പിടിപ്പിച്ച് വെക്കുക. അതിങ്ങനെ മസാല പിടിച്ച് വെക്കട്ടെ. നമുക്ക് അടുത്ത പണിയിലേക്ക് നീങ്ങാം. സവോള 1 തക്കാളി 2 പിന്നെയുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 5 പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ചെറിയ പീസ് എടുക്കട്ടെ. ഇതൊരു കാണിക്കുമ്പം ഇത് ഫുള്ളായിട്ട് കാണിച്ചതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമാങ്ങ. ഇപ്പം നമുക്ക് പച്ചമാങ്ങ കിട്ടാത്തതുകൊണ്ട് ഉണക്കി വെച്ച പച്ചമാങ്ങയിട്ട് ഇത് ചെത്തി വെച്ച പച്ചമാങ്ങ ഉണക്കിയിട്ട് എടുത്തതാണ്. ഇത് പുളിക്ക് പകരം നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ മീൻ കറിയിനകത്ത് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങളെല്ലാം മുറിച്ചിടാം. അതിന് ആദ്യം തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിടാം. ഈ കഷ്ണങ്ങൾ അരിഞ്ഞിടുന്നത് നമ്മൾ നേരത്തെ മസാല പിടിപ്പിക്കാൻ എടുത്ത ചട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലെല്ലാം ചട്ടിക്ക് സൈഡിലെല്ലാം മസാല പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. തക്കാളി അരിഞ്ഞ ശേഷം പിന്നെ വേണ്ടുന്നത് സവോളയാണ്. സവോളയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിടുക. സവോള അത്ര ചെറിയ കഷ്ണമാക്കണമെന്നില്ല, ചെറിയ നമുക്കൊരു ആവറേജ് സൈസിലാണ് നമ്മളെല്ലാം അരിഞ്ഞിടുന്നത്. സവോള അരിഞ്ഞിട്ട ശേഷം നമ്മൾ പിന്നെ പച്ചമുളക് നല്ല നീളത്തിലാണ് കീറിയിടുന്നത്. ഒരു 5 പച്ചമുളകാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തത്. നല്ല നീളത്തിലിങ്ങനെ കീറി അതിലേക്ക് ഇടുന്നു. ഇനി ഇതിൽ ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 പീസ് വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നമുക്ക് മീൻ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണത്തിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി നമ്മൾ ചേർക്കുന്നതാണ് മുളക് പൊടിയാണ്. അതും 1 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചധികം എടുക്കുക. ഇതിപ്പം ആവശ്യത്തിന് ഒരു മീഡിയം എരിവ് വേണ്ട വിധത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ചേർക്കുന്നതാണ് ഉപ്പും വെള്ളവും ചേർത്ത് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കണം. ഉപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി. കഷ്ണത്തിന് മീനിൻ്റെ നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ചില്ലേ, അതിൻ്റെ അകത്തും കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് മാറ്റണം. പിന്നെ അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ അകത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചമാങ്ങയില്ലേ, ഉണക്കിയ പച്ചമാങ്ങയുണ്ട്, അത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പച്ചമാങ്ങ ഉണക്കി വെച്ചതാണ്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ച് റെഡിയാക്കി വെച്ച ചട്ടി അടുപ്പിലേക്ക് മാറ്റാം. അതിനുവേണ്ടി നല്ല വിറകടുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിറകടുപ്പ് കത്തിച്ച് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച തക്കാളിയും സവോളയൊക്കെ എന്തായി നോക്കാം. നല്ല രീതിയിൽ മാങ്ങയും സവോളയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മസാല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത്, ഇതിൽ നമ്മൾ ചേർക്കുന്നത് ജീരകം കൂട്ടി അരച്ച തേങ്ങയാണ്. അത് തേങ്ങ പാലായിട്ടല്ല എടുക്കുന്നത്. തേങ്ങ നല്ല ജ്യൂസി ആയിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം ഒഴിക്കുക. ഇതിന് തക്കാളിയും സവോളയൊക്കെ പതച്ച് റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നു. അത് അടുപ്പത്ത് കിടന്ന് നന്നായി പതക്കട്ടെ. പതച്ച് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീനെടുത്ത് ഇതിലേക്ക് ഇടുന്നത്.
മീൻ ചട്ടി നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വേണ്ട, തേങ്ങ അരച്ച് വെച്ച മസാല നല്ല തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മളിനി റെഡിയാക്കി വെച്ച മീനെടുത്ത് ഇടുക ചെയ്യുന്നത്. അതിൻ്റെ മസാലയെല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇനി ആവശ്യത്തിന് എരിവ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ അഡീഷണലായിട്ട് നമ്മൾക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വെള്ളമൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക വേണ്ടേ. ഈ മൺചട്ടിയിൽ മീൻ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഈ വെച്ചതിൻ്റെ അകത്ത് കുറച്ച് എരിവ് കുറവുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കുറച്ച് മസാലയെല്ലാം ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ അതൊന്ന് മൂടി വെച്ച് നന്നായി തിളക്കട്ടെ. നമ്മുടെ മീൻ കറി ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ല തിള വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല വെന്തും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടുവാറുണ്ട്. സവോളയും കറിവേപ്പിലൊക്കെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടും. അതും കൂടി കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി. ആ തിളയൊന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടുക. അതിനുവേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവോളയും മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ട് നമ്മൾ വറുത്തിടാനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോളയും കറിവേപ്പിലെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അതിനുമുന്നേ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ കറിയിലേക്ക് ഇങ്ങനെ എടുത്ത് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മാങ്ങയും തക്കാളിയും ഒക്കെ ഇട്ട ഒരു അടിപൊളി മീൻ കറി റെഡിയായി. ഇനി ഇതും കൂട്ടി നമുക്ക് ഒരു പിടുത്തം പിടിക്കാം. മീനിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ കണ്ടം പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ സ്മെല്ല് ഇതിന് എവിടുന്നോ അടിച്ചിട്ടുണ്ട്. മീൻ നമ്മളൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾ ഭക്ഷണം കഴിക്കലാണ്. ഉണ്ടാക്കി വെച്ച മീൻ നമുക്ക് കൂട്ടി അടിപൊളിയായിട്ട് ചോറിന് അതിന് നല്ല വാഴയില മുറിച്ച് അതിലേക്ക് നല്ല ചോറൊക്കെ ഇട്ട് ഇത് തോര കറിയാണ് കേട്ടോ. അത് വീട്ടിലടക്കം ഉണ്ടാക്കുന്ന കറിയാണ് തോര. ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീൻ കറി ഒഴിച്ച് പിന്നെ ഒരു മീനെടുത്ത് പൊരിച്ചിട്ടുണ്ട്. ആ പൊരിച്ച മീനും കൂട്ടി പിന്നെ കുറച്ച് അച്ചാറുണ്ട്. ഈ അച്ചാറ് കൂട്ടി നമ്മൾ ചോറുണ്ണുകയാണ്. ഇതൊരു അടാർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ചോറും തോരക്കറിയും തേങ്ങ അരച്ച് വെച്ച അയലക്കറിയെല്ലാം കൂട്ടി അങ്ങനെ നമ്മൾ ഉച്ചയൂണ് കഴിക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. അങ്ങനെ ഇല കാലിയായി കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ തുടച്ച് വാരിയെല്ലാം കഴിക്കാറുള്ളത്. ഇത് നല്ല ടേസ്റ്റിലുണ്ട്. നല്ല രീതിയിൽ അന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴൊക്കെ നേരത്തെ പോയ കണ്ടംപൂച്ച വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ബാലൻസ് ഉള്ള സാധനങ്ങളെല്ലാം പൂച്ചക്ക് ഇട്ട് കൊടുത്ത് പൂച്ചയും ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക് യു.